വയലൻസ് ഹൊറർ മൂവികൾ കാണാൻ പോകുമ്പോൾ തലയണയോ അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ്സോ കരുതുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് ഞാൻ. ഓക്കെ, സോ ഈവൻ മാർക്കോ സിനിമ തീർച്ചയായിട്ടും അതിൻ്റെ വയലൻസ് എന്നുള്ളത് എക്സ്ട്രീമായിരുന്നു. സോ ആ മൂവി ഒബ്വിയസ്ലി അത് കാണാൻ വലിയ ഒരു താല്പര്യമുണ്ടായിരുന്നില്ല, പക്ഷെ അതിൻ്റെ ഹൈപ്പ് തീർച്ചയായിട്ടും ആ സിനിമ കാണാൻ ചെറിയൊരു ഇൻസ്പിറേഷനായി എന്നുള്ളതും സത്യം തന്നെയാണ്. അങ്ങനെ ഈ മൂവി കാണാൻ പോയപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് പോയത്. ഒബ്വിയസ്ലി കണ്ണടച്ചാൽ മതിയല്ലോ. സോ ആ സിനിമയുടെ ഓൾമോസ്റ്റ് 75% സമയവും കണ്ണടച്ചാണ് ആ സിനിമ കണ്ടിട്ടുള്ളത്. സോ ഇറ്റ്സ് എ ഹോണസ്റ്റ് കൺഫെഷൻ. സോ ഈ ഒരു കാര്യം പറയാൻ കാരണം ഇന്ന് നമുക്ക് അറിയാം, തീർച്ചയായിട്ടും കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ മീഡിയയിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു ന്യൂസ് എന്നുള്ളത് ഈയിടെ നടന്ന വെഞ്ഞാറമൂടിൽ നടന്ന ഒരു കൊലപാതകം. ഒരു കൊലപാതകമല്ല, സീരീസ് ഓഫ് മർഡേഴ്സ്. ഒബ്വിയസ്ലി ആ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. അവൻ അതായത് ഈ വ്യക്തി കൊലപാതകം നടത്തി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. ഓക്കെ, ദാറ്റ് ടു ആ മർഡർ നടന്ന രീതി എന്നുള്ളത് എക്സ്ട്രീം വയലൻസ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ സ്പോണ്ടേനിയസായി പെട്ടെന്ന് ആസ് എ റിയാക്ഷൻ പലപ്പോഴും മർഡേഴ്സ് കാണാറുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്ന് മാറി വളരെ പ്ലാൻഡായി എന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് കൊലപാതകം നടന്നത് എന്നുള്ളത് അതിനെക്കുറിച്ച് ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. വേരിയസ് തിയറീസ്, പല രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വൺ ഓഫ് ദ റീസൺ ഈസ് കാശുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനെ 2 ഭാഗമാക്കി മാറ്റാം. ആദ്യത്തേത് വയലൻസും, രണ്ടാമത്തേത് ഒരു ഒരു ഷോ ഓഫ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സാമ്പത്തികമായി ഉണ്ടായിരിക്കേണ്ട മിനിമം കപ്പാസിറ്റിയും അതിലേക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സ് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. സോ വയലൻസ് ആസ് വെൽ ആസ് ഈ ഷോ ഓഫ് ലൈഫും രണ്ടും യങ്സ്റ്റേഴ്സാണ് മെയിനായിട്ടും ഇതിൻ്റെ പിന്നിലേക്ക് പോകുന്നത്. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം നാമാണ് ആ രീതിയിലുള്ള ഒരു വേൾഡ് അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുത്തത്. ദേ ജസ്റ്റ് ഗ്രൂ, അവർ അതിൽ വളർന്നു. നമ്മൾ ഏത് സിസ്റ്റമാണോ ഡെവലപ്പ് ചെയ്തെടുത്തത് അവർ ആ സിസ്റ്റത്തിൽ കൂടി വളർന്ന് അതിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. സോ വാട്ട് എവർ വി ആർ സീയിങ്, ഇന്ന് നാം കാണുന്നതും അനുഭവിക്കുന്നതും വായിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ തീർച്ചയായിട്ടും നാം ചെയ്ത കാര്യത്തിൻ്റെ ഫലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാകാം, യോജിക്കാം വിയോജിക്കാം, അപ് ടു യു. കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. സോ വയലൻസ്, ഈയിടെ വേറൊരു സിനിമയുടെ ചെറിയൊരു ക്ലിപ്പ് കണ്ടപ്പോൾ അതിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ നായകൻ വയലൻസ് 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 എന്ന് പറഞ്ഞ് വരുന്ന ചില ഡയലോഗാണ്. സോ ബീറ്റ്സും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ആ ഡയലോഗിൻ്റെ കൂടെ വരുന്നുമുണ്ട്. പിന്നീട് കാണുന്നത് വയലൻസിനെ ഒരു രീതിയിലുള്ള റൊമാൻറ്റിഫിക്കേഷനാണ്. അതായത് വയലൻസിനെ സിനിമയിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഹീറോയുടെ ഒരു ആക്ടിൻ്റെ ഭാഗമാക്കി മാറ്റുക. അത് എത്രത്തോളം സൊഫിസ്റ്റിക്കേറ്റഡായി, എത്ര നല്ല രീതിയിൽ, എത്രത്തോളം ഇമ്പാക്റ്റ്ഫുള്ളായി ആ വയലൻസ് കൊണ്ടുവരിക, അത് എങ്ങനെ സ്ക്രീനിൽ കാണിക്കുക, അതിനെ എത്രത്തോളം പുകഴ്ത്തുക. മൂവി റിവ്യൂസൊക്കെ പറയാറുണ്ട് അത് വളരെ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടിയെന്നൊക്കെ. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാനൊരു സാധാ നോൺ വയലൻറ്റ് പേഴ്സണാണ്. എനിക്ക് വയലൻസ് തീരെ ഇഷ്ടമല്ല, അത്ര താങ്ങാനുള്ള കപ്പാസിറ്റിയുമില്ല. ഈവൻ സിനിമയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഒന്നുകിൽ ഒരു പില്ലോ കരുതും. എൻ്റെ സിസ്റ്ററുണ്ട്, അവളും അതുപോലെ തന്നെയാണ്. അധികം എക്സ്ട്രീം വയലൻസ് അല്ല, ഈവൻ മിനിമം വയലൻസും താങ്ങാനുള്ള ശേഷിയൊന്നുമില്ല. സോ വി ആർ ജസ്റ്റ് ലൈക്ക് ദ അതർ പേഴ്സൺ, സാധാരണക്കാരാണ്. വയലൻസ് സിനിമ കണ്ട് പുളകിതരാകുന്ന ഹൊറർ മൂവീസൊക്കെ കാണാൻ വളരെ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇന്നും എനിക്ക് വളരെ ക്യൂരിയോസിറ്റി കൂടുന്ന കാര്യമാണ്. കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് നിങ്ങളെ ഭയത്തെയും വയലൻസിനെയൊക്കെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.
സോ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്. സോ ഇങ്ങനെ ഒരു എക്സ്ട്രീം വയലൻസിനെ റൊമാൻറ്റിക് ആയി നമ്മൾ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് നേരത്തെയൊക്കെ സിനിമയുടെ ഒരു ഔട്ട്ലൈൻ എന്നുള്ളത് റൊമാൻസാണ്. 4-5 പാട്ട്, റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇടയിലൊരു പ്രശ്നം, കോൺഫ്ലിക്റ്റ്, അവസാനം കല്യാണം കഴിയുന്നു, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ക്ലൈമാക്സ് വരുന്നു, സിനിമ അവസാനിക്കുന്നു എന്നായിരുന്നു. പക്ഷേ ഇന്ന് കാണുന്ന ചില സിനിമകളൊക്കെ ആ വയലൻസിനെ എത്രത്തോളം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, വില്ലൻ എങ്ങനെ കൊണ്ടുവരുന്നു, ഹീറോ എങ്ങനെ തിരിച്ചടിക്കുന്നു, ആരാണതിൽ മുൻപന്തിലിരിക്കുന്നത് എന്നൊക്കെയുള്ളതാണ്. ഈവൻ മാർക്കോ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ആ മാർക്കോയിലുള്ള വയലൻസിനേക്കാളും കൂടുതൽ ഭയപ്പെടുത്തിയത് അതിനെ ആൾക്കാർ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ സിനിമയെ നെഗറ്റീവായി പറയുന്നതല്ല, മറിച്ച് ആ മൂവിയിൽ കൊണ്ടുവന്ന ആ വയലൻസ്, ആ എക്സ്ട്രീം വയലൻസിനെ ആൾക്കാർ എത്രത്തോളം നല്ല രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ഈവൻ ചെറിയ കുട്ടികൾ വരെ അതിന് ഭയങ്കരമായി പുകഴ്ത്തുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്, കേരളത്തിൽ മാത്രമല്ല പുറത്തും. സോ ഇതൊക്കെ പറയുന്നത് ആസ് എ സൊസൈറ്റി നാം മാറുകയാണോ എന്നുള്ളതാണ്. അതുപോലെ ഈ കൊലപാതകങ്ങളുടെ ആ ശൃംഖല ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ആ രീതിയിലുള്ള സ്വന്തം കൂടപ്പിറപ്പ് വെച്ചാൽ അവരുടെ ഒരു പാരൻസുമായി ബന്ധപ്പെട്ട ആ ലെവലിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അനിയൻ, ബ്രദർ, അല്ലെങ്കിൽ പങ്കാളി, അല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അച്ഛൻ, ഉപ്പ, അത്രത്തോളം അടുത്ത് കിടക്കുന്ന ആൾക്കാരെ കൊല്ലാൻ പറ്റുക എന്നൊക്കെയുള്ളത് അത് ഒരു നെക്സ്റ്റ് ലെവൽ തിങ്കിങ് ആണ്. ഏതായാലും എനിക്കത് ഉൾക്കൊള്ളാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അവനായിരിക്കില്ല ചെയ്തത് എന്നുള്ളത്, പക്ഷേ മനസ്സിലാക്കാൻ പറ്റുന്നത് അവൻ തന്നെയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഏതായിരുന്നാലും സോ ഇങ്ങനെ വയലൻസിനെ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ കൂടി കൊണ്ടുവന്ന് അതിനെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മുടെ മീഡിയ ഉപയോഗിച്ച് അതിനെ റൊമാൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിന് നാം നൽകുന്ന ഒരു സിഗ്നലും അത് തന്നെയാണോ എന്നും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സോ നാം എന്ത് ചെയ്യുന്ന കാര്യം ഫോർ മൈ കിഡ്സ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കിഡ്സ് അവരുടെ ആ വളർന്നു വരുന്ന ആ തലത്തിൽ അവർ കണ്ട് മനസ്സിലാക്കുന്നത്. ഇന്ന് അച്ഛനമ്മമാർ മാത്രമല്ല, മറിച്ച് സോഷ്യൽ മീഡിയ മറ്റും വളരെ നല്ല രീതിയിൽ തന്നെ വേരോടിയ സമയത്ത് കുട്ടികൾക്ക് പല രീതിയിലുള്ള റോൾ മോഡൽസ് കാണാനും മനസ്സിലാക്കാനും ഫോളോ ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ഒരു രീതിയിലുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് ലോകം കടന്നു പോകുന്നത്. സോ അതെങ്ങനെ നാം അത് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് ഐ ഡോണ്ട് നോ. അതൊരു രാജ്യത്തിൻ്റെ പോളിസി മേക്കേഴ്സിനോ പൊളിറ്റീഷ്യൻസിനോ പാരൻസിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, മറിച്ച് എല്ലാവരും കൂടി കോർഡിനേറ്റഡായി ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ എല്ലാവരും കൂടി, ഈവൻ ആർട്ടിസ്റ്റിക് ഫോമിലാണെങ്കിലും ഈവൻ മൂവി രീതിയിലാണെങ്കിലും എല്ലാവരും പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരേണ്ട കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വയലൻസ് അത് തീർച്ചയായിട്ടും അതൊരു സാധാരണ കാര്യമല്ല. അത് മനസ്സിന് വരുന്ന ചില പ്രശ്നങ്ങളുടെ സിംറ്റംസ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ യു ഹാവ് ടു, അല്ലെങ്കിൽ വി ഹാവ് ടു ക്യൂർ ഇറ്റ്. അതിനെ നല്ല രീതിയിൽ കോൺഫ്രണ്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള വയലൻസ്, അത് നമ്മുടെ ഈയിടെ നടന്ന കൊലപാതകമായാലും അല്ലെങ്കിൽ മുൻപ് നടന്ന കൊലപാതകങ്ങളും, അതൊക്കെ വളരെ കോമൺ ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. വളരെ ലാഘവത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ മറ്റും മീംസൊക്കെ ആയിട്ട്, കോമഡി ഫൺ ഫാക്റ്റൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ, ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല സിഗ്നലല്ല നാം നൽകുന്നത്. അതിനെ ഒരു രീതിയിൽ വെള്ളം ചേർത്ത് ഇതൊക്കെ ഓക്കെയാണ്, ഇത് ഒക്കെ ഭാഗമാണ് എന്ന രീതിയിലാണ് നമ്മുടെ കുട്ടികൾക്ക് നാം വിളമ്പാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളെയും നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ അയൽവക്കത്തുമൊക്കെ ഈ രീതിയിലുള്ള സിറ്റുവേഷൻസ് വരും, ഒബ്വിയസാണ്, ഉറപ്പാണ്.
അത് ആ ഒരു ലിമിറ്റ് കടക്കുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ട്രാജഡി. നെക്സ്റ്റ് പാർട്ട്, അതായത് ഷോ ഓഫ് ആണ്. സോഷ്യൽ മീഡിയയിൽ മറ്റും മത്സരിച്ച് റീൽസും സ്റ്റോറീസും സ്നാപ്സും ഒക്കെ ഇട്ട് തകർത്ത് അങ്ങ് ജീവിക്കുകയാണ് എല്ലാവരും. ഈവൻ കാശില്ലെങ്കിൽ കടം വാങ്ങിയിട്ടെങ്കിലും ടൂറിന് പോവുക, ഇതുപോലെ ഷോ ഓഫ് ചെയ്ത് വളരെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുക, ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുക. ഇത് എല്ലാവർക്കും കഴിയണമെന്നില്ല. എല്ലാവരും ആ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളായിരിക്കില്ല, ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരിക്കില്ല. സോ ഒബ്വിയസ്ലി ചില ആൾക്കാരൊക്കെ ഇത് കണ്ട് അവർക്കും നെഗറ്റീവ് തോട്ട്സ് വരും, നിരാശ വരും. സോ അവരും കീപ്പിംഗ് അപ്പ് വിത്ത് ജോൺസ് എന്നൊക്കെ പറയാറുണ്ട്. ആ രീതിയിൽ അതിനെ മാച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് അത്ര നല്ലതായിരിക്കില്ല. കടം വാങ്ങും, കടം കൂടും, പലിശ കൂടും, ഇൻട്രസ്റ്റ് കൂടും, തിരിച്ചടയ്ക്കാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ജീവിതം എന്നുള്ളത് അടിച്ചു പൊളിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു റെസ്പോൺസിബിൾ ആയി ജീവിക്കുക എന്നുള്ളതാണ്. ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് ലിവിങ് എല്ലാമുണ്ട്. പക്ഷേ ഒരു രീതിയിലുള്ള ഫ്രീഡമും ബാക്കിയുള്ള ആൾക്കാരുടെ സഹജീവികളുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ആശയത്തെ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ അവരുടെ ലൈഫിനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലാകരുത് എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. ഒബ്വിയസ്ലി എല്ലാവരും അവരുടേതായ രീതിയിൽ ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ വളരെയധികം കോൺഫ്ലിക്ട്സുകളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായ വിശ്വാസം. ഷോ ഓഫ് അത് നമുക്ക് തടയാൻ പറ്റില്ല, എല്ലാവരും ചെയ്യും. വൈറൽ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും. സോ അങ്ങനെ ചെയ്യുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കുന്നത് എല്ലാവരും സെയിം മെച്യൂരിറ്റി ലെവലിലായിരിക്കില്ല. കുട്ടികളൊക്കെ അവർക്ക് വളർന്നു വരുന്ന ആ ഒരു സമയത്ത് അവർ ഏതാണോ ആഗ്രഹിക്കുന്നത് ആ ലെവലിലല്ലെങ്കിൽ അത് നെഗറ്റീവ് തോട്ട്സിനും നിരാശയിലൊക്കെ എത്തിച്ചേരുകയും അവരുടെ സ്റ്റഡീസിനും അവരുടെ ഹയർ എഡ്യൂക്കേഷനും കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. സോ അവർക്ക് സ്കൂളിലുള്ള കാര്യങ്ങൾ, അവരുടെ ആ വളർന്നു വരുന്ന ആ സമയത്ത് അവർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അത് ചെയ്താൽ മാത്രമേ അവർക്ക് അവരുടെ ലൈഫിൽ പിന്നീട് കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റൂ. പക്ഷേ അത് ഈ രീതിയിലുള്ള കൂട്ടുകാർ മൊബൈൽ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കാര്യങ്ങൾ കാണുകയാണ്. എക്സോട്ടിക് പ്ലേസിൽ ടൂർ പോയ സുഹൃത്തുക്കൾ, ഗൾഫ് നാടുകളിൽ അമേരിക്കാസ്, യൂറോപ്പ്, ഓസ്ട്രേലിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെക്കേഷന് പോകുന്ന അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ഭക്ഷണ രീതി, അവരുടെ വസ്ത്രധാരണ കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ടഫ് ഫോർ ദം. സോ ആ കുട്ടികളെ കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ കുട്ടികളെ, വീട്ടിലുള്ള കുട്ടികളെ മനസ്സിലാക്കി ആ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ടെക്നോളജി മുന്നോട്ട് പോകുന്നു, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ ഇനിയും വരും, വളരെ അട്രാക്റ്റീവായ കാര്യങ്ങൾ തീർച്ചയായിട്ടും വൈറലാകും. അതൊക്കെ നാമും കാണും, സ്റ്റോറീസ് വഴിയാണെങ്കിലും റീൽസ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും പേരിൽ അറിയപ്പെടാൻ പോവുകയാണെങ്കിൽ ആ രീതിയിലുമൊക്കെ. സോ അതിനെയൊന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷേ വരുന്ന കാര്യങ്ങൾക്ക് എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യാം, ആ കാര്യം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. സോ റിയാക്ഷൻ ഈസ് അപ് ടു അസ്. അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതെങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു, എന്നിട്ടെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്നുള്ളത്. സോ ഫ്രണ്ട്സ്, ഇതാണ് ഈ ഒരു ചെറിയ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ആദ്യത്തെ ഭാഗം വയലൻസിലും രണ്ടാമത്തെ ഭാഗം ഷോ ഓഫിലും ആയിരുന്നു നമ്മുടെ ഡിസ്കഷൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.